നമസ്കാരം. 6ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 പുതിയ ടെക്സ്റ്റ് കേട്ടോ, അത് പ്രത്യേകം പറയുകയാണ്, പുതിയ ടെക്സ്റ്റാണ്, അറിയാമല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 1 ആദ്യത്തെ ചാപ്റ്റർ നെയിംസ് ആൻഡ് നെയിംസ് എന്നുള്ള ചാപ്റ്ററാണ്. അതും ഫുള്ള് നമ്മൾ എടുത്തിരുന്നു. അതിൻ്റെ സൈഡിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് അതിൽ ആക്ടിവിറ്റീസാണ്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷേ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഒട്ടും വൈകണ്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ആക്ടിവിറ്റീസ് ചെയ്യാം നമുക്ക്. നോക്കൂ മക്കളെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 13. ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. കുഞ്ഞു ചിരുത ഈസ് ഇൻ കേരള ആൻഡ് ഹെർ ഫ്രണ്ട് ആൻറ്റോനറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. But they still stay connected through text messages. Here is a peek at their chat. ഒന്നുകൂടെ പറയട്ടെ, എന്താണ് സ്കൂൾ എന്ത് ചെയ്തു? ദ സ്കൂൾ ഈസ് ക്ലോസ്ഡ് ഫോർ ദ വെക്കേഷൻ. വെക്കേഷന് വേണ്ടി സ്കൂൾ അടച്ചു. കുഞ്ഞു ചിരുത ഈസ് ഇൻ കേരള. കുഞ്ഞു ചിരുത ഇപ്പോൾ എവിടെയാണുള്ളത്? കേരളത്തിലാണ്. ന്യൂജേഴ്സിയിലാണോ? അല്ല. ആൻഡ് ഹെർ ഫ്രണ്ട് ആൻറ്റോനറ്റ് ഈസ് നൗ ഇൻ ഫ്രാൻസ്. ആൻറ്റോനറ്റിൻ്റെ സ്ഥലം എവിടെയായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. അപ്പോൾ ആ കുട്ടി ഇപ്പോൾ എവിടെയാണുള്ളത്? ഫ്രാൻസിലാണുള്ളത്. പക്ഷേ അവരിപ്പോഴും എന്ത് ചെയ്യുന്നു? ബട്ട് ദേ സ്റ്റിൽ സ്റ്റേ കണക്റ്റഡ് ത്രൂ ടെക്സ്റ്റ് മെസ്സേജസ്. പരസ്പരം മെസ്സേജുകൾ, മൊബൈൽ വഴി മെസ്സേജുകൾ അയച്ചുകൊണ്ട് അവരിപ്പോഴും പരസ്പരം കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴും കോണ്ടാക്റ്റിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഹിയർ ഇസ് എ പീക്ക് അറ്റ് ദെയർ ചാറ്റ്. അപ്പോൾ അവരുടെ ആ ഒരു ചാറ്റ്, പരസ്പരം നമ്മൾ ഫോൺ വഴി സംസാരിച്ച ആ ഒരു ചാറ്റ് ഇതാ നോക്കൂ നിങ്ങൾ. ഹായ് ആൻറ്റോനറ്റ്, ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? എന്താണ്? പേര് വിളിച്ച് ഹായ് പറയുന്നു. എന്നിട്ട് എന്ത് പറയുന്നു? എങ്ങനെയുണ്ട്, സുഖമാണോ, എല്ലാം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഹായ്, ഇറ്റ് ഈസ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്. വാട്ട് അബൌട്ട് യു? ഹൗ ഇസ് കേരള? അപ്പോൾ ആ കുട്ടി എന്താ മറുപടി പറയുന്നത്? ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് സോ നൈസ്, ഇവിടെ സൂപ്പറാണ്. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്, നല്ല സൂപ്പർ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട യമ്മി ഫുഡ് കഴിക്കുന്നു. വാട്ട് അബൌട്ട് യു? ഹൗ ഈസ് കേരള? നിനക്ക് എന്തുണ്ട് വിശേഷം? കേരള എങ്ങനെയുണ്ട്? ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോഷാസ്. മിസ് യു ദോ. എന്താണ്? ഇവിടെയും സൂപ്പറാണ്, ഒരുപാട് കോക്കനട്ട് ട്രീ ഒക്കെ ഉണ്ട്, അമ്മയുടെ ദോശ കഴിക്കാം, പക്ഷേ എന്നാലും നിന്നെ മിസ് ചെയ്യുന്നു. മിസ് യു ടു. ഗസ് വാട്ട്? ഐ ടോട്ട് മൈ മം ടു സേ യുവർ നെയിം. എന്നിട്ടെന്തും പറയുന്നു? ഞാനും മിസ് ചെയ്യുന്നു. നിനക്കൊരു കാര്യം അറിയാമോ? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാനായിട്ട് പഠിപ്പിച്ചു. ദാറ്റ് ഈസ് അമേസിങ്. അത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. എൻ്റെ അമ്മയെ നിൻ്റെ പേര് പറയാനും ഞാനും പഠിപ്പിച്ചു എന്ന് പറയുന്നു. വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? ഇനി നീ എന്നാ തിരിച്ച് ന്യൂ ജേഴ്സിയിൽ പോകുന്നത്? ഇൻ 2 weeks. വാട്ട് അബൌട്ട് യു? ഡു യു മിസ് ന്യൂ ജേഴ്സി? 2 ആഴ്ചക്കകത്ത് പോകണം. നീ എന്നാ പോകുന്നത്? പിന്നെന്താ ചോദിക്കുന്നേ? നീ ന്യൂ ജേഴ്സി മിസ് ചെയ്യുന്നുണ്ടോ? ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു. ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരോടെ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെപ്പോലെ എൻ്റെ ഫ്രണ്ട്സ്, നിന്നെ പോലെയുള്ള എൻ്റെ മറ്റു ഫ്രണ്ട്സും നീയും എൻ്റെ മറ്റു ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഞാൻ കറങ്ങി നടക്കില്ലേ, അതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, പിന്നെ സ്കൂളിലെ ആക്ടിവിറ്റീസും മിസ് ചെയ്യുന്നു. ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്, പ്രകാശിൻ്റെ ഷോപ്പിലുള്ള ഐസ്ക്രീംസും അതും മിസ് ചെയ്യുന്നു. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. എന്തായാലും ഞാനും 2 weeksനകത്ത് തിരിച്ചെത്തും. ഡീൽ. കാൺ വെയിറ്റ്. സി യു സൂൺ. ഓക്കെ, അത് മതി, വെയിറ്റ് ചെയ്യാനേ പറ്റുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. സി യു സൂൺ. ഓക്കെ, സി യു സൂൺ എന്ന് പറയാം. യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട് ദിസ് വീക്കെൻഡ്. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? സിറ്റ് ഇൻ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. എന്താണ്? യു വിഷ് ടു ഹാങ് ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവധി സമയം, അല്ലെങ്കിൽ നമ്മുടെ വീക്കെൻഡ് ആകുമ്പോൾ ഞായറാഴ്ചയൊക്കെ അല്ലേ, അല്ലെങ്കിൽ ശനി ഞായറൊക്കെ നിങ്ങൾക്ക് അവധിയല്ലേ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനാണ് ആഗ്രഹം. ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? നിങ്ങളതെങ്ങനെ പ്ലാൻ ചെയ്യും? സിറ്റ് ഇൻ പെയർസ് ആൻഡ് ക്രിയേറ്റ് എ ചാറ്റ്. പെയർസ്, 2 പേര് ചേർന്നിരുന്നിട്ട് എന്ത് ചെയ്യുക? ചാറ്റ് നിങ്ങളെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ പരസ്പരം ചെയ്ത് നോക്കുക. യുവർ ഫ്രണ്ട്, 2 പേരാണുള്ളത്. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ് എന്ന് ആര് ചോദിക്കുന്നു? നമ്മൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നു. ഫ്രണ്ട് എന്ത് പറയുന്നു? ഐ ആം നോട്ട് ഷുവർ എറ്റ്. ഡു യു വോണ്ട് ടു ഹാങ് ഔട്ട്? ഞാനൊന്നും ഇതുവരെ തീരുമാനിച്ചില്ല, നിനക്ക് പുറത്ത് കറങ്ങാൻ പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. യു എന്താ പറയുന്നത്? യെസ്, ലെറ്റ് us വാച്ച് ദ ന്യൂ മൂവി. ഓർ വി ക്യാൻ പ്ലേ ഗെയിംസ് അറ്റ് മൈ ഹൗസ്.
എങ്കിൽ ഇപ്പോൾ ഇറങ്ങിയ പുതിയ സിനിമയും അതുപോലെ നമ്മൾക്ക് എന്തും ചെയ്യാം, നമ്മളുടെ വീട്ടിലിരുന്ന് ഗെയിംസ് കളിക്കാം. അപ്പോൾ ഫ്രണ്ട്സിനോട് ചുറ്റിക്കറങ്ങി പുറത്ത് തന്നെ പോകണം എന്നില്ല, അല്ലാതെ നമുക്ക് കുട്ടികളുമായിട്ട് സന്തോഷിക്കാനായിട്ടുള്ള സമയം കണ്ടെത്താം അല്ലേ. ദ മൂവി സൗണ്ട്സ് ഗുഡ്, വാട്ട് ടൈം? സിനിമ കാണാം. ഓക്കെ, അത് മതി. എപ്പോഴാണ്? ദർ ഈസ് എ ഷോ അറ്റ് 3 PM, 3 മണിക്ക് ഒരു ഷോ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ തിയേറ്ററിൽ പോയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മക്കളെ തിയേറ്ററിൽ പോകുമ്പോൾ അച്ഛനെയും അമ്മയും ആരെങ്കിലും മുതിർന്നവരെയും കൂട്ടി പോകണം. നമ്മൾ ഇതിന് വേണ്ടി എന്തെങ്കിലും എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും അത് ആണ് ശരി എന്ന് വിചാരിക്കരുത്. 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളാണ്. വീട്ടിലുള്ളവരെ കൂടെ മാത്രമേ പുറത്ത് പോകാവൂ കേട്ടോ. അപ്പോൾ 3 മണിക്കൊരു ഷോ ഉണ്ട്. ഓർ അറ്റ് 6 PM, പിന്നെ 6 മണിക്കും ഉണ്ട്. വിച്ച് ഈസ് ബെറ്റർ? ഏതാ നല്ലത്? 3 PM ഈസ് ഗുഡ് ഫോർ മീ. കറക്റ്റ്, 3 മണിക്കാണ് നല്ലത്. 6 മണിക്ക് തുടങ്ങിയാൽ എപ്പോഴാണ് തീരുക? 9 മണിയോളം ആവത്തില്ലേ? അത്രയും സമയമൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയിരിക്കാൻ പറ്റുമോ? ഇല്ല. ആഫ്റ്റർ ദ മൂവി വോണ്ട് ഐസ്ക്രീം. അതിന് ശേഷം ഐസ്ക്രീം വേണോ? യെസ്, ദർ ഇസ് എ ന്യൂ ഐസ്ക്രീം ഷോപ്പ് നിയർ മൈ ഹൗസ്, വി ക്യാൻ ഗോ ദെയർ. എൻ്റെ വീടിനടുത്ത് ഒരു ഐസ്ക്രീം പാർലറുണ്ട്, എൻ്റെ വീടിനടുത്ത് ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിൽ പോകാം. ഫ്രണ്ട്, ഓക്കെ, മൂവി അറ്റ് 3 PM, ദെൻ ഐസ്ക്രീം. ഐ എം എക്സൈറ്റഡ്. 3 മണിക്ക് സിനിമ, പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മീ ടു, സീ യു സാറ്റർഡേ. എനിക്കും സാറ്റർഡേ കാണാം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം മക്കളെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം തന്നേ ഉള്ളൂ, സാമ്പിൾ കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കും മക്കളെ. ആക്ടിവിറ്റി 2. ഡ്യൂറിങ് ദ വെക്കേഷൻ കുഞ്ഞിച്ചിരുത റിസീവ്ഡ് ആൻ ഇമെയിൽ ഫ്രം ഹർ ഫ്രണ്ട് ആൻറ്റോനറ്റ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് ആൻറ്റോനറ്റിൽ നിന്ന് ഒരു എന്ത് കിട്ടി? ഇമെയിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിലൊക്കെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനും അതിനെപ്പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ. എന്താണ്? ഇൻ്റർനെറ്റ് വഴി നമ്മൾ മെസ്സേജസ് അയക്കുന്നതിനാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് തന്നെ വീഡിയോയും ഫോട്ടോയും എല്ലാം ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിൻ്റെ കൂടെ നമുക്ക് അയക്കാനായിട്ട് പറ്റുന്നുണ്ട്, അറ്റാച്ച് ചെയ്ത് അയക്കാൻ പറ്റും. അപ്പോൾ ഫ്രം അഡ്രസ്സ്, ആ കുട്ടിയുടെ അഡ്രസ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരെന്തപ്പോൾ? രാമു 1234@gmail.com. അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ ആർക്ക് അയക്കുന്നു? ഇപ്പോൾ കുഞ്ഞിച്ചിരുത @gmail.com. ഓക്കെ. ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മാർസലീസ്. അപ്പോൾ എന്താ പറയുന്നത്? കുഞ്ഞിച്ചിരുതയ്ക്ക് മെസ്സേജ് അയക്കുക. എങ്ങനെ? ഇമെയിൽ വഴി. എന്ത് പറയുന്നേ? കുഞ്ഞിച്ചിരുത, നീ ഭയങ്കര സന്തോഷമായിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ എവിടെ എത്തി? മാർസലീസിലെത്തി. എവിടെയാ അത്? ഫ്രാൻസിൽ. ദ വെദർ ഹിയർ ഈസ് ലവ്ലി. ഇവിടുത്തെ വെദർ, ഇപ്പോഴത്തെ കാലാവസ്ഥ സൂപ്പറാണ്. ആൻഡ് ഐ വെൻ പാഡൽ ബോർഡിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. പാഡൽ ബോർഡിങ്, ഈ കാണുന്നതാണ് പാഡൽ ബോർഡിങ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടത്. ഇങ്ങനെ ഇതിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ തുഴഞ്ഞ് നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ പോയി. ഐ ഫെൽ ഡൗൺ മെനി ടൈംസ്. ഞാൻ ഒത്തിരി വീണു. ബട്ട് ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. പക്ഷെ അത് സൂപ്പറായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ നിനക്ക് അറ്റാച്ച് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഹൗ ഈസ് കേരള? കേരള ഇപ്പോഴെങ്ങനെയുണ്ട്? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വഞ്ചേഴ്സ്. ഞാനിപ്പോൾ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് കേട്ടോളാൻ വയ്യ. എന്ത്? നിൻ്റെ അഡ്വഞ്ചറിനെ പറ്റി, നീ അവിടെ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ, കേരളത്തിൽ വന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, അതൊക്കെ കേട്ടോളാൻ വയ്യ. സേ ഹായ് ടു യുവർ മം ഫോർ മീ. ഞാൻ നിൻ്റെ അമ്മയെ തിരക്കി എന്ന് പറയണേ. ടേക്ക് കെയർ, ലവ്, ആൻറ്റോണി. ക്വസ്റ്റ്യൻ എന്താ മക്കളെ? കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷീ ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ മെയിൽ? അപ്പോൾ ഇതൊക്കെ വായിച്ച് നമ്മുടെ കുഞ്ഞിച്ചിരുത ഭയങ്കര എക്സൈറ്റഡ് ആയി. കുഞ്ഞിച്ചിരുതയ്ക്ക് എന്ത് വേണം? റിപ്ലൈ അയക്കണം. എങ്ങനെ? ഇമെയിൽ വഴി തന്നെ അയക്കണം. അപ്പോൾ നമുക്കൊന്ന് അയക്കാൻ സഹായിക്കണ്ടേ മക്കളെ? സഹായിക്കണം. എങ്ങനെ അയക്കാം നമുക്ക്? ആദ്യം നമുക്ക് എന്ത് വേണം? ഫ്രം അഡ്രസ്സ് വെക്കണം. കുഞ്ഞിച്ചിരുത @mail.com. ടു അഡ്രസ്സ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആരാണ് അയച്ചത്? ഞാനാണ് അയക്കുന്നത്. അപ്പം ഞാനാണ് ഫ്രം. ആർക്കാണോ അയക്കേണ്ടത് അയാളാണ് ടു. അപ്പോൾ ആദ്യമേ ആരാ അയച്ചത്? അൻറ്റോനിറ്റ് അയച്ചു. അപ്പോൾ അതുകൊണ്ട് അൻറ്റോനിറ്റ് ഫ്രം ആയിരുന്നു. കുഞ്ഞിച്ചിരുത ടു ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ച് വരും. ആരാണ് ഫ്രം, ആരാണ് ടു? ഇപ്പോൾ അയക്കുന്നത് കുഞ്ഞിച്ചിരുത. അപ്പോൾ ഫ്രം ആരാ? കുഞ്ഞിച്ചിരുത. അപ്പോൾ അതേ മെയിൽ ഐ ഡി വെച്ചാൽ മതി കേട്ടോ. കുഞ്ഞിച്ചിരുത @mail.com ടു Antoinit12@mail.com. അത് വെച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും വിളിക്കണ്ടേ? സല്യൂട്ടേഷൻ എന്ന് പറയും. നമ്മളിങ്ങനെ ഡിയർ ഫ്രണ്ട്, ഡിയർ ആൻറ്റോയിനിറ്റ് എന്നൊക്കെ വിളിച്ചു. ഐ വാസ് എക്സൈറ്റഡ് ടു ഗെറ്റ് യുവർ മെയിൽ. ഇറ്റ് മെയ്ഡ് മീ സോ ഹാപ്പി ടു ഹിയർ ഫ്രം യു. എനിക്ക് നിൻ്റെ മെയിൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിൻ്റെ വർത്തമാനം കേട്ടപ്പോഴേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയി.
കേരള ഈസ് ഗ്രേറ്റ്. ഇപ്പോൾ കേരള സൂപ്പറാണ്. ദ മൺസൂൺ റെയിൻസ് ആർ ഹെവി. മൺസൂൺ റെയിൻസ് ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. മൺസൂൺ, ഈ കാലാവസ്ഥ ജൂണിലൊക്കെ പെയ്യുന്ന മഴയാണ് മൺസൂൺ. അത് ഭയങ്കരമായിട്ട് പെയ്യുന്നു. ബട്ട് എവറിത്തിങ് ഈസ് ഗ്രീൻ ആൻഡ് ബ്യൂട്ടിഫുൾ. മഴ അത്രയും പെയ്താലും എല്ലാം വളരെ ഗ്രീനും ബ്യൂട്ടിഫുള്ളും ആയിട്ടുണ്ട്. ഐ ഹെൽപ്ഡ് അമ്മ മേക്ക് കോക്കനട്ട് ചട്നി യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അമ്മയെ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാൻ, എന്താ പറയുക, തേങ്ങാ ചമ്മന്തി എന്ന് പറയും, അതുണ്ടാക്കാൻ സഹായിച്ചു. ഇറ്റ് വാസ് റിയലി ഫൺ. അത് ശരിക്കും ഫണ്ണായിരുന്നു. യുവർ പാഡൽ ബോർഡിങ് ഫോട്ടോസ് ലുക്ക്ഡ് അമേസിങ്. നിൻ്റെ ആ പാഡൽ ബോർഡിങ് ഫോട്ടോസ് ഭയങ്കര അമേസിങ് ആയിട്ടുണ്ട്. ഐ ലവ് വെൻ യു സെഡ് യു ഫെൽ മെനി ടൈംസ്. നീ ഒരുപാട് പ്രാവശ്യം വീണു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ചിരിച്ചു പോയി. ഐ മിസ് യു ടു, ലെറ്റ് us പ്ലാൻ എ വീഡിയോ കോൾ സൂൺ. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, നമുക്ക് ഉടനെ ഒരു വീഡിയോ കോളൊക്കെ വിളിക്കാം, ടേക്ക് കെയർ എന്ന് പറയും. ഇനി നോക്കൂ മക്കളെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. റീഡ് ദി സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് ആണ് തരുന്നത്. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമ്മിഗ്രൻറ്റ് ഫാമിലീസ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, കുറേ കുട്ടികൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചതാണ് എന്ന് പറഞ്ഞിരുന്നില്ലേ, ന്യൂജേഴ്സിയിലെ കാര്യം. ആ സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളത്. There were students from Canada, Mexico, Italy, UAE, ഈജിപ്റ്റ് ആൻഡ് ചൈന. ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ അവിടെ ഉണ്ട്. കുഞ്ഞിച്ചിരുത വാസ് ദ ഓൺലി ഇന്ത്യൻ. പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, കുഞ്ഞിച്ചിരുതയാണ് ഒരേ ഒരു ഇന്ത്യൻ. ദ ടേം ഇന്ത്യൻ ഡിനോട്ട്സ് സംവൺ ഫ്രം ഇന്ത്യ. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഇന്ത്യൻ എന്ന് പറഞ്ഞു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞേനെ. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സച്ച് വേർഡ്സ് ഫോർ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ഓരോ സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാരെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തരുന്നത്. കാനഡ, കനേഡിയൻ. ചൈന, ചൈനീസ് കേട്ടോ. ഈജിപ്റ്റ്, ഈജിപ്ഷ്യൻ. എന്താണ് ഈജിപ്ഷ്യൻ. ജപ്പാൻ, ജപ്പാൻ എന്താണ് ജാപ്പനീസ്. മെക്സിക്കൻ. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ്. നോക്കൂ, ഇനി നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. ഫ്രാൻസ് എന്താണ് ഫ്രഞ്ച്. സ്പെയിൻ സ്പാനിഷ്. ജർമ്മനി ജർമ്മൻ. UAE എമിറേറ്റി. ക്യാൻ യു ആഡ് മോർ ടു ദിസ് ലിസ്റ്റ്? നമുക്ക് 2 എണ്ണം കൂടെ ആഡ് ചെയ്താൽ മതി. ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ. ഇറ്റലി ഇറ്റാലിയൻ. അങ്ങനെ ഒത്തിരി നമുക്ക് പറയാം. പാകിസ്ഥാൻ പാകിസ്ഥാനി. ബംഗ്ലാദേശി. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. കറക്റ്റ് ആയിരിക്കണേ. എല്ലാ രാജ്യത്തു നിന്ന് വരുന്നവർക്കും ഓരോ പേരുണ്ട് കേട്ടോ. അടുത്ത നോക്കൂ മക്കളെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് us have fun with the words. ഇനി കുഞ്ഞിച്ചിരുത ആൻഡ് ആൻറ്റോനെറ്റ് ഡിസൈഡ് ടു പ്ലേ എ ഗെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതയും ആൻറ്റോനെറ്റും എന്ത് ഡിസൈഡ് ചെയ്തു? ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ദേ പിക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. അവരുടെ പേരിൻ്റെ കണ്ടോ, കുഞ്ഞിച്ചിരുത. താഴെ നോക്കൂ മക്കളെ എഴുതിയിരിക്കുന്നേ ആൻറ്റോനെറ്റ്. ഈ പേരുകളുടെ ഓരോ അക്ഷരങ്ങളും വെച്ച് ഓരോ വേർഡ്സ്, അവരുടെ ക്യാരക്ടർ കാണിക്കുന്ന ഓരോ വേർഡ്സ്. അപ്പോൾ എന്ത് വേണം? ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. അവരുടെ സ്വഭാവത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളായിരിക്കണം ഈ വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കെ, കുഞ്ഞിച്ചിരുതയുടെ ആദ്യത്തെ അക്ഷരം എന്താ? കെ വെച്ച് പറഞ്ഞിട്ട് നല്ല കാര്യം പറയൂ. ആ കുട്ടിയുടെ കൈൻഡാണ് ഉണ്ടോ, അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്, അതേ പറയാവൂ, അങ്ങനെയുള്ളത് പറയുക. യു അണ്ടർസ്റ്റാൻഡിങ്, എല്ലാം മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നൊരു കുട്ടി. അങ്ങനെ ബാക്കി നമ്മൾ നോക്കുക, ഇവിടെ തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കെ ഇൻ കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ് ആൻഡ് എ ഇൻ ആൻറ്റോനെറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്. ആൻറ്റോനെറ്റ് ആക്റ്റീവാണ്. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇനി ബാലൻസും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ തന്നിട്ടുള്ളത് എവിടം വരെയാണ്? കൈൻഡ്, അണ്ടർസ്റ്റാൻഡിങ്, എൻ നീറ്റ്, എച്ച് ഹെൽപ്ഫുൾ, ഐ ഇൻ്റലിജൻറ്റ്, സി ക്യൂറിയസ്, എച്ച് ഹാപ്പി, ഐ ഇമാജിനേറ്റീവ്, ആർ റെസ്പെക്റ്റ്ഫുൾ, യു അപ്ബീറ്റ്. അപ്ബീറ്റ് എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളത്. ടി ടാലൻറ്റഡ്. എച്ച് ഓണസ്റ്റ്. എച്ച് ഹോണസ്റ്റ് ആണോ? നോ. എച്ച് ഇസ് സൈലൻറ്റ് ഹിയർ. സോ എങ്ങനെ ഉച്ചരിക്കണം? ഓണസ്റ്റ്. HONEST ഈസ് ഓണസ്റ്റ്. എ ആക്റ്റീവ് ഓർ അട്രാക്റ്റീവ്, രണ്ടും പറയാം അല്ലേ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ 2 എണ്ണം തന്നിട്ടുണ്ട്. ഇനി ആൻറ്റോനെറ്റ്. എ ആക്റ്റീവ്, എൻ നൈസ്, ടി ടാലൻറ്റഡ്, ഓ ഒപ്റ്റിമിസ്റ്റിക്, ശുഭം, എല്ലാം ശരിയാകും എന്നുള്ള പോസിറ്റീവ് തിങ്കിങ്.
ഐ ഇൻസ്പയറിങ്. നമ്മൾക്ക് ആ കുട്ടിയെ കാണുമ്പോൾ എന്താണ്, അവളെപ്പോലെ ആയിരുന്നെങ്കിൽ, അവളുടെ രീതികൾ കൊള്ളാം, നമുക്ക് എന്ത് ചെയ്യും, അവളെ ഒന്ന് അനുകരിക്കാനായിട്ട്, അല്ലെ അവളിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ അതുപോലെ വേണം എന്നൊക്കെ തോന്നില്ലേ, അതാണ് ഇൻസ്പയറിങ്. എൻ നീറ്റ്, ഈ എനർജറ്റിക്, ഭയങ്കര എനർജി. ടി ട്രസ്റ്റ് വർത്തി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കുട്ടി. ടി വീണ്ടും ടാലൻറ്റഡ്, കഴിവുകളുള്ള കുട്ടി. ഈ എംപത്തറ്റിക്, നമ്മുടെ ഒരു പ്രശ്നം വന്ന് അവളടുത്ത് നമ്മളൊരു പ്രശ്നം വന്ന് പറഞ്ഞാൽ അത് അവളുടെ പ്രശ്നമായിട്ട് കാണുന്നു കുട്ടി, അതാണ് എംപത്തറ്റിക്. ഹൗ ഡു ദ സെയിം ഫോർ യോർ നെയിം, നിങ്ങളുടെ പേരിൽ എന്താണ് ഇങ്ങനെയൊന്ന് എഴുതി നോക്കൂ. ഇപ്പം നോക്കൂ, ഇപ്പം എൻ്റെ പേര് രമ്യ, REMYA, അതിനകത്തു നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് എഴുതാൻ പറ്റുമല്ലേ, അതുപോലെ നിങ്ങളുടെ അതിനകത്തും നോക്കുക. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട് ആൻഡ് ഷെയർ യുവർ വർക്ക്, പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ പേര് എനിക്കറിയില്ല, അറിയാമെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഈ അക്ഷരങ്ങളിനകത്ത് നിന്നൊക്കെ നമുക്ക് എടുക്കാം മക്കളെ. ബാലൻസ് വരുന്നത് ഒരു ഡിക്ഷണറിയുടെയൊക്കെ സഹായത്തോടു കൂടി എടുക്കുക കേട്ടോ. ഇനി ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിങ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞു ചിരുത. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. എന്താണ് ഹിയർ ആർ സം ക്വാളിറ്റീസ് ഡിസ്ക്രൈബിങ് ദ ക്യാരക്ടർ ഓഫ് കുഞ്ഞു ചിരുത. കുഞ്ഞു ചിരുതയുടെ ക്യാരക്ടർ കാണിക്കുന്ന കുറേ ക്വാളിറ്റീസ്, കുറേ ഗുണങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ ആ കുട്ടിയുടെ ക്യാരക്ടർ, സ്വഭാവം, മുഴുവനായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ക്വാളിറ്റീസ്. ഇതിൽ ഓരോ ക്വാളിറ്റീസും വെച്ച് സെൻറ്റൻസ് എഴുതുക. കൈൻഡ്, എന്താണ്, കുഞ്ഞു ചിരുത ഈസ് എ കൈൻഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡിങ്, എന്താണ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. സ്കൂളിലാണെങ്കിലും അതുപോലെ വീട്ടിലാണെങ്കിലും ആ കുട്ടി ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, പറയുന്നതൊക്കെ മനസ്സിലാക്കുന്ന കുട്ടി, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി. നീറ്റ്, ഷീ കീപ്സ് ഹെർ ബുക്സ് ആൻഡ് ക്ലോത്ത്സ് വെരി നീറ്റ്. ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ബുക്സും ക്ലോത്ത്സും ഒക്കെ വളരെ നീറ്റായിട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ഹെൽപ്ഫുൾ, ഷീ ഓൾവേസ് ഹെൽപ്സ് ഹെർ ഫ്രണ്ട്സ് ഇൻ ദെയർ ട്രബിൾസ്. എന്താണ്, കൂട്ടുകാരെയൊക്കെ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ അവൾ സഹായിക്കുന്നുണ്ട്. ഇൻ്റലിജൻറ്റ്, ഭയങ്കര ബുദ്ധിയുള്ള കുട്ടി. ഷീ സോൾവ്സ് മാത്സ് പ്രോബ്ലംസ് ഈസിലി ആൻഡ് ഷീ ലവ്സ് ടു ലേൺ തിങ്സ്. മാത്സ് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് അവൾ സോൾവ് ചെയ്യും, മറ്റു കാര്യങ്ങൾ പഠിക്കാനും അവൾക്ക് ഇഷ്ടമാണ്. ക്യൂരിയസ്, എന്താണ് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ. ഹർ ക്യൂരിയസ് നേച്ചർ മേക്സ് ഹർ ആസ്ക് മെനി ക്വസ്റ്റ്യൻസ് അബൌട്ട് എവറിത്തിങ്. ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷ, അതാണ് ആ കുട്ടി ക്യൂരിയസ്. ഹാപ്പി, കുഞ്ഞു ചിരുത സ്മൈൽസ് ആൻഡ് ലവ് എവറി ഡേ, അല്ലേ. ഇമാജിനേറ്റീവ്, ഷീ ഈസ് വെരി ഇമാജിനേറ്റീവ് ആൻഡ് ലൈക്സ് ടു റൈറ്റ് പോയിട്രി. ഇമാജിനേറ്റീവ് ആണ്, അവൾ ഭയങ്കരമായിട്ട് കാര്യങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് പുതിയ പുതിയ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ മെനഞ്ഞെടുത്ത് ഉള്ള കുട്ടിയാണ്. ഒന്നുകിൽ അവൾ പടം വരയ്ക്കുന്ന എഴുതാം, അല്ലെങ്കിൽ അവളൊരു കവിത എഴുതുന്ന കുട്ടിയാണ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. റെസ്പെക്റ്റ്ഫുൾ, ഷീ റെസ്പെക്ട്സ് ദ ടീച്ചേഴ്സ് ആൻഡ് ഓൾ അതേഴ്സ് അറ്റ് സ്കൂൾ ആൻഡ് എവരി വൺ അറൗണ്ട് ഹർ. അവൾക്ക് ചുറ്റുമുള്ളവരെയും സ്കൂളിലുള്ള ടീച്ചേഴ്സിനെയും മറ്റുള്ളവരെയും എല്ലാവരെയും അവൾ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന കുട്ടിയാണ്. ഇത്രയുമാണ് അതിനകത്തുള്ളത്. ഇനി എന്താ നിങ്ങളടുത്ത് ചോദിച്ചിരിക്കുന്നത്, ലെറ്റ് us റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞു ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് എബവ്. തന്നിരിക്കുന്ന ക്വാളിറ്റീസ് വെച്ച് കുഞ്ഞു ചിരുതയെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതുക. ഓൾറെഡി നമ്മൾ ഇതൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ചേർത്ത് വെച്ച് ഒരു പാരഗ്രാഫ് അങ്ങ് എഴുതിയാൽ മതി, കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. വേണമെങ്കിൽ വായിക്കാം. കുഞ്ഞു ചിരുത ഈസ് എ കൈൻഡ് ഗേൾ ഹു ഓൾവേസ് ഷെയർസ് ഹർ ലഞ്ച് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും കൈൻഡാണ് ആ കുട്ടി, കൂട്ടുകാർക്കൊക്കെ ലഞ്ചൊക്കെ ഷെയർ ചെയ്യുന്ന കുട്ടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യൻ്റ്ലി ലിസണിങ് വെൻ അതേഴ്സ് ആർ അപ്സെറ്റ്. മറ്റുള്ളവർ അപ്സെറ്റൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ഷമയോടുകൂടി അവളിരുന്ന് കേൾക്കും. നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ്, ഷീ കീപ്സ് ഹെർ സ്കൂൾ ബാഗ് ടൈഡി എവറി ഡേ. സ്കൂൾ ബാഗൊക്കെ വളരെ ടൈഡി, വൃത്തിയായിട്ട് ആ കുട്ടി സൂക്ഷിക്കും. ഹെൽപ്ഫുൾ ബൈ നേച്ചർ, ഷീ അസിസ്റ്റ് ടീച്ചർ ഇൻ ക്ലാസ് വിത്തൗട്ട് ബീങ് ആസ്ഡ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, അപ്പോൾ ടീച്ചറിനെ അസിസ്റ്റ് ചെയ്യും, ടീച്ചർ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എടുത്ത് വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ആ കുട്ടി. ഇൻ്റലിജൻറ്റ് ആൻഡ് ക്യൂരിയസ്, ഷീ ലവ്സ് റീഡിങ് സയൻസ് ബുക്സ് ആൻഡ് ആസ്കിങ് ക്ലെവർ ക്വസ്റ്റ്യൻസ്. ഇൻ്റലിജൻ്റ് ആണ്, അതുപോലെ ക്യൂരിയസ് ആണ്, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് ബുക്സും അതുപോലെ തന്നെ ക്ലെവർ, ബുദ്ധിപരമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. ബെസ്റ്റ് ഓഫ് ഓൾ, ഹെർ ഹാപ്പി സ്മൈൽ ബ്രൈറ്റൻസ് ദ ക്ലാസ് റൂം. ഇതിനൊക്കെ ഉപരിയായിട്ട് അവളുടെ ഹാപ്പി ആയിട്ടുള്ള സ്മൈലാണ് ക്ലാസ് റൂമിനെ എന്താക്കുന്നത്, തിളക്കമുള്ളത് ആക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ബാക്കി നമ്മൾ ആ നേരത്തെ എഴുതിയ സെൻറ്റൻസസും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്യണമേ. ഒക്കെ ഞാൻ അതൊക്കെ ആഡ് ചെയ്ത് തന്നെ പറയാം കേട്ടോ, തരാം, ഇവിടെ നോട്ട്സായിട്ട് തരാം കേട്ടോ. ഇനി എന്താ മക്കളെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, അവസാനം പറയാൻ നിങ്ങൾ കേൾക്കുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി എന്താണ് മക്കളെ, ആക്ടിവിറ്റി 5 ആണ്. റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. വീണ്ടും ആ സ്റ്റോറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സെൻറ്റൻസ് ആണ്.
A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അല്ലേ, കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ നമ്മുടെ അന്റോണിറ്റ് അഡ്മിഷൻ എടുത്തില്ലേ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. Imagine a new student from another country or state has just joined your school. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്കൂളിൽ ഒരു വേറെ രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്ത് നിന്നോ ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തു എന്ന് കരുതൂ. ഹൗ വുഡ് യു ഹെൽപ്പ് ഹെർ അഡ്ജസ്റ്റ് ടു ദ ന്യൂ പ്ലേസ് ആൻഡ് കൾച്ചർ? പുതിയൊരു പ്ലേസാണ്, പുതിയൊരു കൾച്ചറാണ്. അവരുടെ രീതിയാണോ നമ്മുടെ രീതി? അല്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ കുട്ടിയെ നിങ്ങൾ എങ്ങനെ സഹായിക്കും ഇതുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്? യു മേ യൂസ് വിൽ, ഷോൾ, ക്യാൻ ടു ഫ്രെയിം സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ഐ വിൽ, ഐ ക്യാൻ, ഐ ഷോൾ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദി സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദി സ്കൂൾ. ഞാൻ അവളെ സ്കൂൾ മൊത്തം കാണിക്കും. ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തും. അപ്പോൾ ദീസ് ഹിൻസ് മേ ഹെൽപ്പ് യു കംപ്ലീറ്റ് ദിസ് ആക്ടിവിറ്റി. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട്. ന്യൂ സബ്ജക്ട്സ്, റൂൾസ്, ടീച്ചേഴ്സ്, ലോക്കൽ ലാംഗ്വേജ്, പ്ലേസസ് ടു വിസിറ്റ്, സ്കൂൾ ലൈബ്രറി, കഫറ്റീരിയ, ഇതിനെയൊക്കെ പറ്റിയാണ് അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. അത് മാത്രം വെച്ച് നമുക്കങ്ങ് എഴുതാം. ഇങ്ങനെ ഐ വിൽ എക്സ്പ്ലെയിൻ ദ ന്യൂ സബ്ജക്ട്സ് ആൻഡ് സ്കൂൾ റൂൾസ് ടു ഹെർ. ന്യൂ സബ്ജക്റ്റിനെ പറ്റി, സ്കൂൾ റൂൾസിനെ പറ്റിയൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ഓൾ അവർ ടീച്ചേഴ്സ് സോ ഷീ നോസ് ഹൂ ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ ടീച്ചേഴ്സിനെയും അവൾക്ക് പരിചയപ്പെടുത്തും. അപ്പോൾ ആരോട് എന്ത് ഹെൽപ്പാണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് മനസ്സിലാവും. ഐ ഷോൾ ടീച്ച് ഹെർ സം ബേസിക് ഫ്രേസസ് ഇൻ ദ ലോക്കൽ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഏതാ ലാംഗ്വേജ്? മലയാളം. അസ് വി ആർ ഇൻ കേരള, നമ്മൾ കേരളത്തിലായതുകൊണ്ട് അത് അവൾ പഠിക്കണമല്ലോ. വി ക്യാൻ വിസിറ്റ് സം ഇൻട്രസ്റ്റിംഗ് പ്ലേസസ് ഇൻ കൊല്ലം ആഫ്റ്റർ സ്കൂൾ ലൈക്ക് ദ ബാക്ക് വാട്ടേഴ്സ് ഓർ ലോക്കൽ ടെമ്പിൾ. അതിനുശേഷം നമുക്ക് നമ്മുടെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെ നാട് കൊല്ലം, അപ്പോൾ ഞാൻ കൊല്ലം വെച്ച് പറയുന്നു, കൊല്ലത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കുറച്ച് കായലുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവളെ കൊണ്ടുപോയി കാണിക്കും. വീട്ടുകാരെ കൂടെ, അവളുടെ വീട്ടുകാരെ സമ്മതത്തോടുകൂടി അതൊക്കെ ചെയ്യാവൂ കേട്ടോ, ചുമ്മാ എഴുതുമ്പോൾ പറയുന്നതേ ഉള്ളൂ. ഐ വിൽ ഷോ ഹെർ വെയർ ദ സ്കൂൾ ലൈബ്രറി ഈസ് ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ്. സ്കൂൾ ലൈബ്രറിയൊക്കെ കൊണ്ടുപോയി കാണിച്ച് എവിടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓടിച്ചെന്ന് ബുക്ക് എടുക്കാൻ പറ്റുമോ? നമ്മളൊരു സാറിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം മേടിച്ച് പോയി എടുത്ത് എഴുതി ഇങ്ങനെയൊക്കെ അല്ലേ, അതൊക്കെ പറഞ്ഞു കൊടുക്കും. വി ക്യാൻ ഹാവ് ലഞ്ച് ടുഗെദർ ഇൻ ദ കഫറ്റീരിയ. ഇനി കഫറ്റീരിയയിൽ കൊണ്ടുപോകും. എന്താണ് കഫറ്റീരിയ? നമ്മുടെ ക്യാൻറ്റീൻ ഇല്ലേ, അത് തന്നെ. അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിക്കും. ആൻഡ് ഐ ക്യാൻ ടെൽ ഹെർ അബൌട്ട് ദ ഡിഫറെൻറ്റ് ഫുഡ് ഓപ്ഷൻസ്. എന്തൊക്കെ ഫുഡാണ്, എങ്ങനെയൊക്കെയാണ് അവിടെ ഓർഡർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫുഡ് കിട്ടും, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഐ വിൽ ഓൾസോ ഹെൽപ്പ് ഹെർ അണ്ടർസ്റ്റാൻഡ് അവർ ലോക്കൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. നമ്മുടെ കസ്റ്റംസ്, ഇപ്പോൾ നമ്മൾ നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഹിന്ദുസിൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കാലിൽ തൊട്ട് തൊഴുവേണം, അങ്ങനെയൊക്കെ ഉള്ള രീതികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നത്. ഇപ്പോൾ മൂത്ത ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും ഇല്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ രീതികളും ഒക്കെ ഞാൻ അവൾക്കൊന്ന് പറഞ്ഞൊക്കെ കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ തോന്നിയുണ്ടല്ലേ, അപ്പോൾ ഇത്രയും മതി. ഇനി നോക്കൂ, 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് അമേസിങ് സ്പീഡ്. നമ്മുടെ കുഞ്ഞിച്ചിരുതയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, അവൾ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതാണ്. ഇൻ ദിസ് സെൻറ്റൻസ് ദ പെയർ പിക്ഡ് ആൻഡ് അപ്പ് ടുഗെദർ. പിക്ഡ് അപ്പ് മീൻസ് ലേൺഡ് ഓർ അക്വയർഡ്. പിക്കും അപ്പും രണ്ടും രണ്ട് വാക്കുകളാണ്. ഇത് രണ്ടും കൂടി ചേർത്തപ്പോൾ ഒരർത്ഥമുണ്ടായി. എന്തുണ്ടായി? ലേൺഡ് പഠിച്ചെടുത്തു, അല്ലെങ്കിൽ അക്വയർഡ് സ്വായത്തമാക്കി എന്നാണ് അവിടെ അർത്ഥം. A few such pairs of words are given below. Pick out the sentences that contain those expressions from the story. ഇനി ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കം എക്രോസ് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരർത്ഥം വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ പിക്ക് അപ്പ് ഇങ്ങനെ വന്നില്ലേ, അതുപോലെ അത് കം അക്രോസ്, സ്വിച്ച്ഡ് ഓവർ ഇത് രണ്ടും വരുന്ന സെൻറ്റൻസുകളൊന്ന് കണ്ടുപിടിച്ചേ. എളുപ്പമല്ലേ? കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദ സ്ട്രീറ്റ്സ്. ആ സെൻറ്റൻസിലാണ് കം അക്രോസ് വന്നത്. ഇനി സ്വിച്ച്ഡ് ഓവർ, പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി ബി പാർട്ട്, റീഡ് ദ കോൺവെർസേഷൻ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ മോർ സച്ച് എക്സ്പ്രഷൻസ് യൂസ്ഡ്. ഇനി ഇതുപോലെയുള്ള കുറേ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ച് എഴുതുക. കുഞ്ഞിച്ചിരുത മാർക്ക് ചെയ്താൽ മതി. ഹായ് എവ്രി വൺ, അന്റോണിറ്റ്സ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. മാർക്ക് ചെയ്തോളൂ. അന്റോണിറ്റിൻ്റെ ബർത്ത്ഡേ ദാ വരികയാണ്, ഉടനെ വരും.
ലെറ്റ് us ഡു സംതിങ് സ്പെഷ്യൽ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം. ജേക്ക്, യാ വി ക്യാൻ പിക്കപ്പ് എ നൈസ് ഗിഫ്റ്റ് ഫോർ ഹർ. നമ്മൾക്ക് അവൾക്ക് വേണ്ടി ഒരു നൈസ് ഗിഫ്റ്റ് പിക്കപ്പ് വാങ്ങാം അല്ലെങ്കിൽ റെഡിയാക്കാം. മിയ എന്താ പറയുന്നത്? ആൻഡ് വി ക്യാൻ ടേക്ക് ഹർ ഔട്ട് ടു ഈറ്റ് അറ്റ് ഹർ ഫേവറേറ്റ് കഫേ. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ കഫേയിൽ കൊണ്ടുപോയി നമുക്ക് അവൾക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കാം? ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. കുഞ്ഞു ചിരുത, ഗ്രേറ്റ്, ഐ വിൽ ഫിക്സ് എ ടൈം ഫോർ അസ് ടു ഗോ. ഫിക്സ് എ ടൈം കേട്ടോ. ടേക്ക് ഹർ ഔട്ട്, ഫിക്സ് എ ടൈം. നമുക്ക് പോകാനൊരു സമയം ഫിക്സ് ചെയ്യാം. ബെൻ, ഐ വിൽ ലുക്ക് ഫോർ എ ഗുഡ് ഗിഫ്റ്റ്. ഞാൻ എന്ത് ചെയ്യും? ലുക്ക് ഫോർ, ഒരു നല്ല ഗിഫ്റ്റിന് വേണ്ടി ഞാൻ നോക്കാം. വാട്ട് അബൌട്ട് എ ബുക്ക്? ഒരു ബുക്കായാലോ? ഗുഡ് ഐഡിയ. വി ക്യാൻ ചെക്ക് ഔട്ട് ദ ബുക്ക് സ്റ്റോർ ടു ഫൈൻഡ് വൺ ഷീ വിൽ ലൈക്ക്. വി ക്യാൻ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം വരുന്നത്? പോയി പരതി കണ്ടുപിടിക്കാം. മിയ, വി വിൽ ലുക്ക് അപ്പ് എ ബുക്ക് ഷീ ഡസൻറ്റ് ഹാവ്. അവൾക്കില്ലാത്ത ഒരു ബുക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒപ്പിച്ച് എടുക്കാം എന്ന് പറയും. ലെറ്റ് us ഗെറ്റ് എ കേക്ക് ടു. ഐ ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ഓഫ് അറ്റ് ഹർ ഹൗസ്. എന്താണ് ഡ്രോപ്പ് ഇറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ? എന്താ, അവളുടെ വീട്ടിൽ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാം. ഡ്രോപ്പ് ഇറ്റ് ഓഫ് ടു ഹർ ഹൗസ്. അവളുടെ വീട്ടിൽ ആ കേക്ക് ഞാൻ എത്തിക്കാം. പെർഫെക്റ്റ്. വി വിൽ ആസ്ക് ഹർ ടു കം ബാക്ക് ടു ദ കഫേ ആഫ്റ്റർ സ്കൂൾ ആൻഡ് വി വിൽ സർപ്രൈസ് ഹർ. കം ബാക്ക്, മടങ്ങി വരിക. എവിടെ നിന്ന്? സ്കൂളിൽ നിന്നും. സ്കൂൾ കഴിയുമ്പോൾ കഫേയിലേക്ക് വരാനായിട്ട് നമുക്ക് അവളോട് പറയാം. എന്നിട്ട് അവളെ എന്ത് ചെയ്യാം? സർപ്രൈസ് ചെയ്യാം. ഓക്കെ, ലെറ്റ് us ഗെറ്റ് ഗോയിങ്, കീപ് ദ സീക്രട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗെറ്റ് ഗോയിങ്, നമുക്ക് പോകാം എന്ന് വെച്ചാൽ ലീവ്, മൂവ് ചെയ്യാം എന്നുള്ള അർത്ഥം. കീപ് ദ സീക്രട്ട് എന്നിട്ട് എന്തും പറയുന്നത്? സീക്രട്ട് കോൺഫിഡൻഷ്യലായിട്ട്, രഹസ്യമായിട്ട് സൂക്ഷിക്കുക. ഇത്രയുമാണ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ഈ ബോക്സിനകത്തോട്ട് അങ്ങ് എഴുതിയാൽ മതി, തന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പം നോക്കൂ മക്കളെ, ആക്ടിവിറ്റി 7. In the class, the teacher asks everyone to say something special about their home country. Ben from Italy goes first. Let us listen to what he has to say about his country. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ്ക് എവ്രി വൺ ടു സേ സംതിങ് സ്പെഷ്യൽ അബൌട്ട് ദെയർ ഹോം കൺട്രി. നമ്മളുടെ യഥാർത്ഥ സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ജന്മനാട് ഏത് രാജ്യമാണെങ്കിലും അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാനായിട്ട് ടീച്ചർ ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും പറഞ്ഞു. അപ്പോൾ ബെൻ, ഇറ്റലിയിൽ നിന്നുള്ള ബെന്നാണ് ആദ്യം വന്നത്. ലെറ്റ് us ലിസൺ ടു വാട്ട് ഹി ഹാസ് ടു സേ അബൌട്ട് ദിസ് കൺട്രി. അവൻ്റെ രാജ്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. എന്താ ബെൻ പറയുന്നത്? ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഐ ആം ഫ്രം ഇറ്റലി. ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. അതൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. എൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം റോമാണ്. ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. അതിൻ്റെ ഫ്ലാഗിന് 3 കളറുണ്ട്. നല്ല കൂളായിട്ടുള്ള ഫ്ലാഗാണ്. ഏതൊക്കെ കളറാണ്? ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. ഗ്രീനും വൈറ്റും റെഡുമാണ് കളേഴ്സ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. ഇറ്റലിയിലുള്ള മിക്കവാറും ആളുകളും എന്താ സംസാരിക്കുന്നത്? ഇറ്റാലിയൻ ഭാഷയാണ് സംസാരിക്കുന്നത്. വി മേക്ക് സം ഓഫ് ദി ബെസ്റ്റ് ഫുഡ്സ് എവർ. ഏറ്റവും നല്ല ഫുഡ്സ് പ്രിപ്പയർ ചെയ്യും. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയത്തക്ക ചില ഫുഡ്സ് ഞങ്ങളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പിസ്സ ആൻഡ് പാസ്ത. പിസ്സയും പാസ്തയും ഒക്കെ. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ്. ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള സ്ഥലമാണ് ഇറ്റലി. എന്തൊക്കെ? കൊളോസിയം ആൻഡ് ലീനിങ് ടവർ ഓഫ് പിസ ആൻഡ് ദി കനാൽസ് ഓഫ് വെനീസ്. കൊളോസിയം ഉണ്ട്, ചരിഞ്ഞ ഗോപുരം അറിയത്തില്ലയോ പിസയിലെ, അതുണ്ട്. പിന്നെ വെനീസിലെ കനാൽസ്, കെട്ടിടങ്ങളുടെ ഇടയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു കനാൽസ്, ഗ്രേറ്റ് കനാൽ, അതൊക്കെ ഉള്ളത് ഇറ്റലിയിലാണ്. വെനീസിലൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇഫ് യു വിസിറ്റ് ഇറ്റലി യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദി ഇറ്റാലിയൻ വൂൾഫ് ആൻഡ് വൈൽഡ് ബോർ. ഇപ്പോൾ നിങ്ങൾ ഇറ്റലിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില മൃഗങ്ങളെ, ഇറ്റാലിയൻ വൂൾഫ്, കുറുനരിയും അതുപോലെ കാട്ടുപന്നി, ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. ദ വെദർ ഈസ് നൈസ് ടു. അവിടുത്തെ കാലാവസ്ഥയും നല്ലതാണ്. വിത്ത് വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻറ്റേഴ്സ്. നല്ല ചൂടുള്ള സമ്മറാണ്, വേനൽക്കാലമാണ്. അതുപോലെ നല്ല തണുത്ത ശൈത്യകാലം, വിൻറ്റേഴ്സുമാണ്. Italians love to celebrate holidays like Christmas, Easter and carnivals where we wear colorful masks and costumes. അപ്പോൾ ക്രിസ്മസും ഈസ്റ്ററും ക്രിസ്ത്യൻ നേഷൻസ് എല്ലാം ആഘോഷിക്കുന്ന 2 എണ്ണമാണത്. അതുപോലെ കാർണിവൽസ്, മറ്റ് ഫെസ്റ്റിവൽസ്, അതിലവർ എന്തൊക്കെ യൂസ് ചെയ്യും? മാസ്കും വിവിധ കളറിലുള്ള കോസ്റ്റ്യൂംസും ഒക്കെ ധരിച്ചു വരുന്ന കാർണിവൽസും ഒക്കെ ഇറ്റാലിയൻസ് ആഘോഷിക്കുന്നുണ്ട്. സൗണ്ട്സ് ഫൺ റൈറ്റ്? കണ്ടോ, അത് കേട്ടിട്ട് തന്നെ രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇനി നമ്മുടെ ആൻറ്റോണിറ്റിന് പണിയാണ്. നെക്സ്റ്റ്, ആൻറ്റോണിറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹെർ കൺട്രി ഫ്രാൻസ്. അവളുടെ കൺട്രിയെ പറ്റി അവൾ പറയണം. ഏതാ രാജ്യം? ഫ്രാൻസ്.
സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൻ. ഫ്രാൻസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്യാൻ യു ഹെൽപ്പ് ഹെർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് സെൻറ്റൻസ് ആയിട്ട് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ നിങ്ങളൊന്ന് സഹായിക്കാമോ? കൺട്രി ഫ്രാൻസ്, ക്യാപിറ്റൽ പാരീസ്, ഫ്ലാഗ് 3 കളേഴ്സ് ബ്ലൂ വൈറ്റ് റെഡ്, പിന്നെ മേജർ ലാംഗ്വേജ് ഏതാണ്? ഫ്രഞ്ച്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഏതാണ്? ക്രോസൻസ്, ബൊഗറ്റ്സ് ആൻഡ് മാക്രോൺസ്. ഇതെല്ലാം അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ്. ഫേമസ് പ്ലേസസ് ഈഫൽ ടവർ, ദ ലൂവ്ർ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദി ഫ്രഞ്ച് റൈവിറ. അത് ഒരു തീരപ്രദേശം, മനോഹരമാണ്. അതിൻ്റെ പിക്ചറുണ്ട്, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. കോപ്പിറൈറ്റ് അടിക്കത്തില്ലെങ്കിൽ നമ്മളിവിടെ കാണിക്കാതെ കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കണം, സ്പെല്ലിംഗ് അടിച്ചു കൊടുത്താൽ ഇമേജ് നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്. ആനിമൽസ് ഏതൊക്കെ ആനിമൽസ് ആണ്? ഫ്രഞ്ച് ബുൾഡോഗ്, അറിയാലോ ബുൾഡോഗ് ഒക്കെ. വിൽബോർ നമ്മൾ നേരത്തെ പറഞ്ഞ കാട്ടുപന്നി. സെലിബ്രേഷൻസ് എന്താണ്? ബാസ്റ്റൈൽ ഡേ. ബാസ്റ്റൈൽ ഡേ എന്ന് പറഞ്ഞാൽ ബാസ്റ്റൈൽ ജയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫ്രഞ്ച് റവല്യൂഷൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ കേട്ടോ. ഇതൊക്കെയാണ് അവർ ആഘോഷിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് സെൻറ്റൻസ് ആക്കി ഒന്ന് പറഞ്ഞേ. പറയട്ടെ. ഡിയർ ഫ്രണ്ട്സ്, ഐ ആം അന്റോണിറ്റ് ആൻഡ് ഐ ആം ഫ്രം ഫ്രാൻസ്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ കൺട്രി ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് പാരീസ്. ഏത് സ്ഥലമാണ്? ഞാൻ ഫ്രാൻസിൽ നിന്നാണ്. മനോഹരമായ രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് പാരീസ്. അവർ ഫ്ലാഗ് ഈസ് വെരി ബ്യൂട്ടിഫുൾ വിത്ത് 3 കളേഴ്സ്. ഞങ്ങളുടെ ഫ്ലാഗ് ബ്യൂട്ടിഫുൾ ആണ്. 3 കളറാണുള്ളത്. ബ്ലൂ വൈറ്റ് ആൻഡ് റെഡ്, 3 കളർ. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഏത് ലാംഗ്വേജ് സംസാരിക്കുന്നു? ഫ്രഞ്ച്. വി ഹാവ് സം റിയലി ഡിലീഷ്യസ് ഫുഡ് ലൈക്ക് ഫ്ലേക്കി ക്രോസൻസ്, ക്രസ്റ്റി ബോഗറ്റ്സ് ആൻഡ് സ്വീറ്റ് മാക്രോൺസ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. യു മൈറ്റ് നോ സം ഓഫ് അവർ ഫേമസ് പ്ലേസസ് ലൈക്ക് ദി അമേസിംഗ് ഈഫൽ ടവർ, വണ്ടർഫുൾ ലൂവ്ർ മ്യൂസിയം ആൻഡ് ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് ദി ഫ്രഞ്ച് റിവേറ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങൾ? ഈഫൽ ടവർ, ലൂവ്ർ മ്യൂസിയം, പിന്നെ ബീച്ചസ് ഓഫ് ഫ്രഞ്ച് റിവേറ. യു മൈറ്റ് ഈവൻ സീ സം ആനിമൽസ് ലൈക്ക് ഫ്രഞ്ച് ബുൾഡോഗ് ഓർ എ വൈൽഡ് ബോർ ഇൻ ഫ്രാൻസ്. അപ്പോൾ വൈൽഡ് ബോറും ഫ്രഞ്ച് ബുൾഡോഗുമാണ് അവിടെ ഉള്ളത്. വി ഓൾസോ ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ബാസ്റ്റൈൽ ഡേ, ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ. ഇതൊക്കെയാണ് ഞങ്ങളും ആഘോഷിക്കുന്നത്. സൺസ് ഫൺ റൈറ്റ്? സൂപ്പറായിട്ടുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ? ഇത്രയുമുണ്ട് എന്നാൽ ഇത്രയേ ഉള്ളൂ അല്ലയോ? എളുപ്പമല്ലേ മക്കളെ എഴുതാനായിട്ട്? അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? നിങ്ങൾക്ക് അടുത്ത പാഠമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചെയ്ത് പാഠമൊക്കെ അങ്ങോട്ട് പഠിച്ച് കഴിയുമ്പോൾ തൊട്ട് പറവിന് നമ്മൾ അടുത്തത് ഇടും. അടുത്ത വീഡിയോ ഇടും. അതിനുശേഷം സൈഡ് ക്വസ്റ്റ്യൻസ് തരും. അതിനുശേഷമാണ് ആക്ടിവിറ്റീസ് ചെയ്യുക കേട്ടോ മക്കളെ. അപ്പോൾ നമ്മുടെ രീതി ഇങ്ങനെയാണ്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.